ആഷാഢമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് യോഗിനി ഏകാദശി. എല്ലാ ഏകാദശികളും നോൽക്കുമ്പോൾ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹത്തോടൊപ്പം തന്നെ നമ്മുടെ പൂർവ്വജന്മ പാപങ്ങളും പുനർജന്മങ്ങളിൽ നിന്നും ഒക്കെ നമ്മൾ മുക്തരാകുന്നു. കൂടാതെ ഈ ജീവിതത്തിൽ സകല സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും നമ്മളിലേക്ക് എത്തിച്ചേരുമെന്നാണല്ലോ പറയാം. എന്നാൽ ഓരോ ഏകാദശിക്കും ഓരോരോ പ്രത്യേകതകളും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ യോഗിനി ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് വഴി ആയുരാരോഗ്യ സൗഖ്യമുണ്ടാക്കാം. 88,000 ബ്രാഹ്മണരെ ഊട്ടിയാലത്തെ പുണ്യഫലവും നമുക്ക് ലഭിക്കാം എന്നാണ് പത്മമഹാപുരാണം പറയുന്നത്. നമുക്കറിയാം, മുൻജന്മ കർമ്മഫലമായിട്ടാണ് ഒരാൾക്ക് നിത്യരോഗാവസ്ഥ ഉണ്ടാകുന്നത്. അങ്ങനെയാണല്ലോ പറയാം. അങ്ങനെ രോഗം കൊണ്ടുള്ള ദുരിതങ്ങൾ മാറാനായിട്ടുള്ള ഉത്തമമായ വ്രതമാണ് യോഗിനി ഏകാദശി. വ്രതമാഹാത്മ്യ കഥ സൂചിപ്പിക്കുന്നതും അതുതന്നെയാണ്. 18 തരം കുഷ്ഠങ്ങളാൽ കഷ്ടപ്പെട്ടിരുന്ന ഹേമമാലി മാർക്കണ്ഡേയ മഹർഷിയുടെ ഉപദേശപ്രകാരം യോഗിനി ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയും പൂർണ്ണ ആരോഗ്യവാനായി മാറുകയും ചെയ്തു എന്നാണ്. അതുകൊണ്ട് തന്നെ 3 ലോകങ്ങളിലും പ്രസിദ്ധമാണ് ഈ ഏകാദശി. ഈ ഏകാദശി വ്രതമാഹാത്മ്യം പറയുകയോ കേൾക്കുകയോ ചെയ്താൽ തന്നെ സർവ പാപവിമുക്തനാകാം എന്നാണ്. വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർക്ക് അന്നേ ദിനം വിഷ്ണു ക്ഷേത്ര ദർശനം, വിഷ്ണു പ്രീതികരമായ ജപസാധനകൾ നടത്തുക, നമ്മളെ കൊണ്ട് സാധിക്കുന്ന വഴിപാടുകൾ നടത്തുക, നാരായണീയം, ഭാഗവതം, വിഷ്ണു സഹസ്രനാമം, ഭഗവത്ഗീത തുടങ്ങിയ പുണ്യഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുക. ഇതൊക്കെ തന്നെ അതിവിശിഷ്ടമാണ്. അതുപോലെ ഏകാദശി ദിനത്തിലെ അതിപ്രധാനമായ ഹരിവാസര സമയത്ത് ഇതുപോലെ വിഷ്ണുപ്രീതി നേടാനായിട്ട് ജപസാധനകൾ നടത്താനായിട്ട് ഉത്തമമായ സമയമാണ്. ഏകാദശിയുടെ അവസാനത്തെ 15 നാഴിക, ദ്വാദശിയുടെ ആദ്യത്തെ 15 നാഴിക ഇത് ഒത്തുചേരുന്ന ഒരു മുഹൂർത്തമാണ് ഹരിവാസര സമയം. ആ സമയത്ത് നടത്തുന്ന പൂജകൾക്കും നാമജപത്തിനും പൂർണ്ണ ഫലസിദ്ധി ഉണ്ടാകുമെന്നാണ്. കാരണം ലക്ഷ്മി സമേതനായ ഭഗവാന്റെ മഹനീയമായ സാന്നിധ്യം ഭൂമിയിൽ കൂടുതലായി അനുഭവപ്പെടുന്ന സമയത്തെയാണ് ഹരിവാസര മുഹൂർത്തം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് അഖണ്ഡ നാമജപം നടത്തുന്നത് ഇരട്ടി ഫലദായകമാണ്. ഇപ്രാവശ്യം ഹരിവാസര സമയം വരുന്നത് ഏകാദശി ദിനത്തിൽ, അതായത് ജൂലൈ 2-ാം തീയതി വെളുപ്പിന് 3 മണി മുതൽ ഉച്ചയ്ക്ക് 2:20 വരെയാണ്. കൂടാതെ ഏകാദശിയും ദ്വാദശിയും ഒന്നിച്ചു ചേരുന്ന പുണ്യദിനമാണ്. ചൊവ്വാഴ്ച വരുന്നതാണ് ഏകാദശി. അതുപോലെ കാർത്തികയാണെന്ന്, കൂടാതെ ആഷാഢമാസം കൂടിയാണ്. വളരെ പ്രധാനപ്പെട്ട, അതായത് ഹരി ആരാധനയ്ക്ക് വളരെ പ്രധാനമായി പറയുന്ന ചാതുർമാസകാലം, 4 മാസക്കാലം തുടങ്ങുന്നത് ശയനേകാദശി ദിവസം മുതലാണ്. അത് ഈ ആഷാഢമാസത്തിലാണ്. പൂർവജന്മകർമ്മ ഫലം തീരാനായിട്ട് ഏറ്റവും അനുയോജ്യമായ വ്രതമാണ് ഏകാദശി എന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പുണ്യമായ കർമ്മമാണ്, പൂർവജന്മ കർമ്മഫലം തീരാനായിട്ടുള്ള പുണ്യമായ കർമ്മമാണ് ഏകാദശി ദിനത്തിൽ ദാനം നൽകുക എന്ന് പറയുന്നത്. പൂർവകൃത പ്രാരാബ്ധങ്ങളെല്ലാം തന്നെ ഒഴിഞ്ഞു പോവാനുള്ള ഉത്തമമായ മാർഗമാണ് ദാനം. അത് ഏകാദശി ദിനത്തിലാണെങ്കിൽ അതിന് ഇരട്ടി ഫലമാണ്. തുളസി കൊണ്ട് നമുക്ക് ഏകാദശി ദിനത്തിൽ ഭഗവാൻ അർച്ചന ചെയ്താൽ നമുക്ക് കോടി യാഗങ്ങൾ ചെയ്ത പുണ്യഫലം ലഭിക്കും. ഭഗവാന് നെയ്വിളക്ക് തെളിയിച്ചുകൊണ്ട് നാമജപം നടത്തിയാൽ വൈകുണ്ഠപ്രാപ്തി ഉണ്ടാകാമെന്നാണ്. കുടുംബ സൗഖ്യത്തിനും ഐശ്വര്യത്തിനും സത്സന്താനങ്ങളും ഉണ്ടാവാനായിട്ട് ദമ്പതിമാർ ഒരുമിച്ച് ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ മതിയാകും. ദശമി, ഏകാദശി, ദ്വാദശി ഈ 3 ദിനങ്ങളിലായിട്ടാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കുക. ദശമിയിലും ദ്വാദശിയിലും ഒരിക്കലാണ് ഏകാദശി ദിനത്തിൽ പൂർണ്ണ ഉപവാസം, അതാണ് വിധി. എന്നാൽ അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചും മാത്രം ഏകാദശി വ്രതം അനുഷ്ഠിക്കുക. ധാന്യങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിക്കുക. പഴങ്ങളോ പഴച്ചാറുകളോ തുളസി തീർത്ഥം അതൊക്കെ കുടിച്ച് വ്രതം അനുഷ്ഠിക്കാം. അതിനും സാധിക്കാത്തവർക്ക് ലഘുവായ ഭക്ഷണം കഴിച്ചും ഏകാദശി വ്രതം അനുഷ്ഠിക്കണം നിർബന്ധമായും എന്നാണ് നാരദ മഹർഷി നാരദ പുരാണത്തിൽ പറയുന്നത്. ജൂലൈ 1-ാം തീയതി തിങ്കളാഴ്ചയാണ് ദശമി വരുന്നത്. അന്നൊരിക്കൽ ഊണെടുക്കുക. രാത്രി ഭക്ഷണം പാടില്ല, പക്ഷേ ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കാം. ജൂലൈ 2-ാം തീയതി ഏകാദശിയാണ്.
3-ാം തീയതി ദ്വാദശി ദിനത്തിൽ രാവിലെ 6:09 7:10 ഇടയിലുള്ള സമയത്ത് തുളസി തീർത്ഥം കുടിച്ച് പാരണ വീട്ടി നമുക്ക് ഉപവാസവ്രതം അവസാനിപ്പിക്കാം. പ്രാദേശികമായി സമയവ്യത്യാസങ്ങൾ ഉണ്ടാവാം. ദൃക്പഞ്ചാംഗം നോക്കിയാൽ കൃത്യമായ അതാത് സ്ഥലത്തുള്ള കൃത്യമായ പാരണ സമയം നമുക്ക് കണ്ടെത്താം. കാരണം ഇപ്രാവശ്യം ചില സ്ഥലങ്ങളിൽ വളരെ കുറച്ച് സമയം മാത്രമേ പാരണ വീട്ടാൻ കിട്ടുള്ളൂ. പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിലൊക്കെ 8 മിനിറ്റ് കിട്ടുള്ളൂ. അതുകൊണ്ട് പാരണ സമയം ഏകാദശി വ്രതത്തിൽ വളരെ വളരെ പ്രാധാന്യമുള്ളതാണ്. ഓരോ ഏകാദശിക്കും ഓരോ പ്രത്യേക ഫലമുണ്ടെന്ന് പറഞ്ഞല്ലോ. പുത്രത ഏകാദശി നോറ്റ് പുത്ര സൗഭാഗ്യം ഉണ്ടായില്ല എന്നൊരു മെസ്സേജ് കണ്ടതുകൊണ്ടാണ് ഇത് പറയുന്നത്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും പൂർണ്ണമായ ഫലസിദ്ധി ഉണ്ടാവണമെങ്കിൽ പൂർണ്ണമായ സമർപ്പണവും സന്തോഷവും ഉണ്ടാവണം. ഒരു കുഞ്ഞു കഥ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. പണ്ട് ഒരു കർഷക യുവാവ് ഒരുപാട് നാളത്തെ അന്വേഷണങ്ങൾക്ക് ശേഷം ഒരു യുവതിയെ കണ്ടെത്തുന്നു, വിവാഹം കഴിക്കുന്നു. വർഷങ്ങൾ കഴിഞ്ഞു. ഒരുപാട് മന്ത്രങ്ങളും യന്ത്രങ്ങളും തന്ത്രങ്ങളും മന്ത്രവാദങ്ങളും മരുന്നും ഒക്കെ ഉപയോഗിച്ചു. കുഞ്ഞുങ്ങളില്ല. അവസാനം ഒരു നാട്ടുവൈദ്യൻ ഒരു കുറിപ്പടി നൽകുകയാണ്. 10 ദിവസത്തിൽ താഴെ പ്രായമുള്ള 100 കിളിക്കുഞ്ഞുങ്ങളെ വളർത്തുക. 300 ദിവസമാകുന്ന ദിവസം അവയുടെ തലച്ചോറെടുത്ത് ഭക്ഷിക്കുക. അപ്പോൾ കുഞ്ഞുണ്ടാവും എന്നാണ്. മറ്റെല്ലാ വഴികളും അടഞ്ഞിരിക്കുന്ന ആ കർഷകൻ വളരെ പ്രതീക്ഷയോടുകൂടി അലഞ്ഞു തിരിഞ്ഞ് 100 കുഞ്ഞു പക്ഷിക്കുഞ്ഞുങ്ങളെ കണ്ടെത്തുന്നു. 100 കൂടുകളിലായി വളർത്താനായിട്ട് ഭാര്യയെ ഏൽപ്പിക്കുന്നു. അങ്ങനെ വീട് മുഴുവൻ പക്ഷിക്കുഞ്ഞുങ്ങൾ അവരുടെ ശബ്ദങ്ങളും കൊണ്ട് നിറഞ്ഞു. ഭാര്യ മുഴുവൻ സമയവും ഈ കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കാനും ഭക്ഷണം നൽകാനും തുടങ്ങി. അതോടുകൂടി അവരുടെ ജീവിതത്തിൽ മുഴുവൻ സമയവും സന്തോഷം, സമാധാനവും, കൂടാതെ ഈ പക്ഷികളുടെ ശബ്ദവും എല്ലാം കൊണ്ടും അവർ ആഹ്ലാദവതിയായി മാറുന്നു. ജോലി കഴിഞ്ഞ് വരുന്ന ഭർത്താവും ഇതിൽ പങ്കുകൊള്ളാനും ഭാര്യയുടെ സന്തോഷം ഭർത്താവിനും സന്തോഷം നൽകുമല്ലോ. അങ്ങനെ ദിവസങ്ങൾ പെട്ടെന്നാണ് 100, 150, 200 കഴിഞ്ഞ് 300ആയി. ഭർത്താവ് രാവിലെ തന്നെ ഭാര്യയെ ഓർമ്മിപ്പിക്കുന്നു, ഇന്ന് 300ാമത്തെ ദിവസമാണ്. അന്ന് പെട്ടെന്ന് തന്നെ ജോലി തീർത്ത് അദ്ദേഹം മൂർച്ചയേറിയ കത്തിയൊക്കെ വാങ്ങിയിട്ട് നേരത്തെ വീട്ടിലേക്ക് എത്തുകയാണ്. പക്ഷേ അദ്ദേഹം വീട്ടിലെത്തുമ്പോൾ കാണുന്നത് മട്ടുപ്പാവിൽ ഭയങ്കര ബഹളം. ചെന്ന് നോക്കുമ്പോൾ എല്ലാ കിളിക്കൂടുകളും തുറന്ന് കിടക്കുന്നു. ഒരു സൈഡിലായിട്ട് ഭാര്യ ഇരുന്ന് ചിരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കൈകൾ മുകളിലുയർത്തി എന്തൊക്കെയോ സംസാരിക്കുന്നു, ചിരിക്കുന്നു. അവരുടെ തലക്ക് മുകളിലായിട്ട് ഈ പക്ഷികളെല്ലാം ഇങ്ങനെ ചിലച്ചുകൊണ്ട് പറന്ന് കളിക്കുന്നു. ചുറ്റുമുള്ള വൃക്ഷങ്ങളിലൊക്കെ ഈ പക്ഷികൾ ഓടിച്ചെല്ലുന്നു, തിരിച്ച് അവരുടെ അടുത്തേക്ക് വരുന്നു, ചിലയ്ക്കുന്നു, പിന്നെയും തിരിച്ചു പോകുന്നു. ഒരു കാണേണ്ടുന്ന കാഴ്ച തന്നെയായിരുന്നു. അദ്ദേഹത്തിന് ഭാര്യയുടെ സന്തോഷവും പക്ഷികളുടെ സന്തോഷവും കൊണ്ട് തന്നെ ദേഷ്യപ്പെടാൻ തോന്നുന്നില്ല. അങ്ങനെ പിന്നീടുള്ള ദിവസങ്ങളിൽ അദ്ദേഹം കാണുന്നത് ഭാര്യ കൊടുക്കുന്ന ധാന്യങ്ങൾ ഭക്ഷിക്കാനായിട്ട് ആ 100 പക്ഷികളുടെ കൂടെ ഇരട്ടി ഓരോ ദിവസവും ഇരട്ടി പക്ഷികൾ ദിനംപ്രതി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാതന്ത്ര്യം എന്താണ്? കിളികളോട് കിന്നാരം പറഞ്ഞ് സന്തോഷവതിയായിട്ടിരിക്കുന്ന ഭാര്യ. അങ്ങനെ എല്ലാം അയാൾ കണ്ടു മനസ്സിലാക്കുകയാണ്. അതായത് വിഷമചിന്തകൾക്ക് അവിടെ സ്ഥാനമില്ല. സന്തോഷം അത് രണ്ടുപേരിലും ഒരുപാട് ആത്മവിശ്വാസം വളർത്തുന്നു. അത്രയ്ക്ക് ആത്മസമർപ്പണത്തോടു കൂടിയാണ് രണ്ടുപേരും കഴിഞ്ഞിരുന്നത്, പക്ഷികളെ നോക്കിയിരുന്നത്. അധികം വൈകാതെ തന്നെ ഭാര്യ ഗർഭിണിയാവുന്നു. പൂർണ്ണചന്ദ്രൻ്റെ ശോഭയുള്ള ഒരു നല്ലൊരു കുഞ്ഞിനെ അവർക്ക് ലഭ്യമാവുകയും ചെയ്യുന്നു എന്നാണ് കഥ. എല്ലാവർക്കും ഏകാദശി വ്രതം അനുഷ്ഠിക്കാനും സർവ്വ സൗഭാഗ്യങ്ങൾ നേടാനും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി, നമസ്കാരം.